ഫ്ലിപ്കാർട്ട് ഒരു $1 ബില്യൺ കമ്പനി ആയത് ഓൺലൈനിൽ പ്രൊഡക്ട്സ് സെയിൽ ചെയ്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എനിക്ക് ആ അഭിപ്രായത്തിനോട് യാതൊരു യോജിപ്പുമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഇ കൊമേഴ്സ് വെബ്സൈറ്റ്സ് എല്ലാം തന്നെ സക്സസ്ഫുള്ളി റൺ ചെയ്യാനായിട്ട് സാധിക്കണം. ഫ്ലിപ്കാർട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ കസ്റ്റമേഴ്സ് ഓൾറെഡി ഓൺലൈൻ പർച്ചേസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, വിശ്വാസമില്ല. കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വരുമോ അതോ ക്യാഷ് വെറുതെ പോകുമോ? ഇതായിരുന്നു കസ്റ്റമേഴ്സിന്റെ മേജർ കൺസേൺ. ഫ്ലിപ്കാർട്ടിന്റെ ടീം ഇത് ഹാൻഡിൽ ചെയ്ത് എങ്ങനെയാണെന്ന് അറിയോ? അവര് ക്യാഷ് ഓൺ ഡെലിവറി ഇംപ്ലിമെന്റ് ചെയ്തു, ഈസി റിട്ടേൺസ് ഇംപ്ലിമെന്റ് ചെയ്തു, അതേപോലെ തന്നെ ഈസി റീഫണ്ട്സും ഇംപ്ലിമെന്റ് ചെയ്തു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇവര് ആ പ്രോബ്ലത്തിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആണ് ഇംപ്ലിമെന്റ് ചെയ്തത്. സക്സസ്ഫുൾ കമ്പനീസ് ഒന്നും തന്നെ പുതിയ അടിപൊളി ഫീച്ചേഴ്സ് ബിൽഡ് ചെയ്തിട്ടല്ല സക്സസ്ഫുൾ ആകുന്നത്. അവര് കസ്റ്റമേഴ്സിന്റെ ഒരു പ്രോബ്ലം ഏറ്റവും നന്നായിട്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവരാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ബിൽഡ് ചെയ്തിട്ടുള്ളൂ. പ്രശ്നം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ ഒബ്വിയസ് ആയിട്ട് നമ്മളുടെ മുമ്പിൽ വരും.